أكبر الله أكبر. ബാങ്ക് വിളി കേട്ടാൽ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും അത് കേട്ടിരിക്കുമെന്നല്ലേ? ബാങ്ക് വിളി എന്നത് വെറുമൊരു വിളിയല്ല, അത് ആത്മാവിനെ ഉണർത്തുന്ന ഒരു സന്ദേശമാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്ന ഒരു വിളി. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ബാങ്ക് വിളിയെക്കുറിച്ചാണ്. പ്രതിദിനം ലോകത്തിൻ്റെ ഓരോ കോണിൽ നിന്നും കേൾക്കുന്ന ഒരു ദിവ്യ പ്രഖ്യാപനമാണല്ലോ ബാങ്ക്. നിങ്ങൾ ബാങ്ക് വിളി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. അത് പറയുന്നത് നമ്മളോട് അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ്, നിസ്കരിക്കാൻ തയ്യാറാവാനാണ്. ഇസ്ലാം മതപ്രകാരം ബാങ്ക് വിളി ഒരു അനുഗ്രഹീതമായ ശബ്ദമാണ്. അത് ചുറ്റുപാടുകളിലും പലതര ആത്മീയ ഫലങ്ങളുണ്ടാക്കുന്നു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് നമ്മൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ആവർത്തിച്ച് പറയുകയും വേണം. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും മഹാൻ. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും വലിയതല്ല, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യൻ മറ്റാരുമില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ. അതായത് ജീവിതത്തിനുള്ള ഏറ്റവും നല്ല മാതൃക നബിയാണെന്ന്. ഹയ്യ അലസ് സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരൂ. നമസ്കാരം എന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മരുന്നാണല്ലോ. ഹയ്യ അല ഫലാ, വിജയത്തിലേക്ക് വരൂ. അതായത് ഈ ലോകത്തും പരലോകത്തും വിജയം നിസ്കാരത്തിലൂടെ തന്നെയാണ്. ഇതുപോലെ ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിൻ്റെ കൂടെ ആവർത്തിക്കുക. ചിലയിടങ്ങളിൽ മാത്രം ഇനി പറയുന്നവ ചൊല്ലുക. ഹയ്യ അലസ്സലാം, ഹയ്യ അല ഫല കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ചെയ്യുവാനും ശക്തിയില്ല. അതുപോലെ തന്നെ സുബിഹ് ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ, അതായത് ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ സ്വതക്കത്ത് വബറർത്ത് ചെല്ലുക. ഇനി ബാങ്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക. ഇബ്രാഹിം സ്വലാത്ത് ചെല്ലുന്നതും നല്ലതാണ്, ദുആ ചെയ്യാവുന്നതാണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ്. ബാങ്ക് കഴിഞ്ഞ ഉടനെ ഈ ഒരു ദുആ ചെല്ലേണ്ടതാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ വസീലത വൽ ഫളീല വബഅസഹു മഖാമ മഹ്മൂദല്ലദി വഅദഹു ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അല്ലാഹുവേ, ഈ പൂർണ്ണമായ വിളിയുടെയും നമസ്കാരത്തിൻ്റെയും ഉടമയായ നാഥ, മുഹമ്മദ് നബിക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുകയും സർവ്വ സൃഷ്ടികളെക്കാളുമുള്ള മഹത്വം നൽകുകയും ചെയ്യണമേ. അവിടത്തേക്ക് നീ വാഗ്ദാനം ചെയ്ത മക്കാമുൻ മഹ്മൂദ് നൽകി നീ ഉയർത്തുകയും ചെയ്യണം. ഈ ദുആക്ക് സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്നാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ സംസാരം നിർത്തി ബാങ്ക് ശ്രദ്ധിക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കൽ കറാഹത്താണ്. ഈ സമയത്ത് ഖുർആൻ ഓതൽ, ദീനപരമായ ചർച്ച, സംഭാഷണങ്ങൾ എന്നിവയെല്ലാം നിർത്തിവെക്കുക. എന്നിട്ട് ബാങ്കിന് മറുപടി നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാങ്ക് കേൾക്കുന്ന സമയത്ത് എണീറ്റ് നിൽക്കൽ നിർബന്ധമോ സുന്നത്തോ ആയിട്ടുള്ള കാര്യമല്ല. ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇരുന്നു കൊണ്ട് ബാങ്ക് കേൾക്കുകയും അതിനുള്ള മറുപടി പറയുകയും ചെയ്യേണ്ടതാണ്. ബാങ്ക് എന്നത് നമസ്കാരത്തിൻ്റെ സമയമായി എന്നത് അറിയിക്കുന്ന ഒന്നല്ലേ. ആ സമയത്ത് ബാങ്ക് ഭക്തിയോടെ കേൾക്കുകയും അതിൻ്റെ ദിക്റുകൾ ചെല്ലുകയും ചെയ്യുക എന്നതാണ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ മര്യാദ. ഇപ്പോൾ പല ആളുകളും ബാങ്ക് വിളി കേൾക്കുന്നത് ശ്രദ്ധിക്കാതെ പാട്ട് കേൾക്കുകയും സംസാരം തുടരുകയും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നോർക്കുക, ചില നാട്ടിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ വരെ ബാങ്ക് കേട്ടാൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒന്നോർക്കൂ, യഥാർത്ഥ വിജയം അള്ളാഹുവിലേക്ക് അടുക്കുന്നതിലാണ്. നമസ്കാരത്തിലേക്ക് പോകൂ, നമ്മുടെ ഹൃദയം ശാന്തമാക്കൂ. ബാങ്ക് വിളി ഒരു ശബ്ദമല്ല, അത് അള്ളാഹുവിൻ്റെ വിളിയാണ്, നമസ്കാരത്തിലേക്കുള്ള വിളി. ഓരോ ദിവസവും നമുക്ക് മാറ്റം വരട്ടെ. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇസ്ലാമിക് വീഡിയോക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.